കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിട സമുച്ചയമുണ്ട് വയനാട് മക്കിമലയിൽ. UDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. തിരുനെല്ലി ആശ്രാമം സ്കൂൾ മാറ്റി സ്ഥാപിക്കാനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് എങ്ങുമെത്താതെ നിൽക്കുന്നത്. മക്കിമലയിൽ 2013 കെട്ടിട നിർമ്മാണം തുടങ്ങി. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയുടെ പദ്ധതിയായിരുന്നു ഇത്. 19 കോടി രൂപ ചിലവഴിച്ചു. ലക്ഷ്യം തിരുനെല്ലി ആശ്രാമം ST റെസിഡൻഷ്യൽ സ്കൂൾ മാറ്റി സ്ഥാപിക്കലായിരുന്നു. എന്നാൽ സർക്കാർ മാറിയതോടെ പദ്ധതിയും നിലച്ചു. ഇന്നിപ്പോൾ നോക്കുകുത്തിയായി നിൽപ്പുണ്ട് 5 കെട്ടിടങ്ങൾ. മഴ പെയ്താൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ നീന്തൽക്കുളത്തിന് സമാനമായ വെള്ളക്കെട്ടാണ്. പല ഭാഗങ്ങളും ചോർന്നു തുടങ്ങി. ഞാൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് പല പ്രാവശ്യമായിട്ടും സർക്കാരിന് MLA അടക്കം നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെന്താണെന്നറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടെന്നാണ് തോന്നുന്നത്. കാരണം PK ജയലക്ഷ്മി മന്ത്രിയാക്കുമ്പോൾ കൊണ്ടുവന്നൊരു പദ്ധതി അതിനൊരു ഫോളോ അപ്പ് ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് മൂപ്പർക്ക് കിട്ടില്ല എന്നാണ് ഒരു സംശയമുണ്ട്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ 10 ഏക്കർ സ്ഥലത്താണ് ഈ കെട്ടിട സമുച്ചയം. തിരുനെല്ലി ആശ്രാമം സ്കൂൾ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെ തുടർന്ന് ആറളത്തേക്ക് മാറ്റുകയാണ്. എന്നാൽ ഇത്രയും വലിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇവിടേക്ക് സ്കൂൾ മാറ്റാമായിരുന്നുവെന്നാണ് ഉയരുന്ന വാദം. എന്തിന്റെ പേരിലായാലും കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് ഈ വിധം അനാഥമായി കിടക്കുന്നത്. സർക്കാരിന്റെ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്, നടപടിയാണ് വരേണ്ടത്. മനു ദാമോദരനൊപ്പം മക്കിമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.